ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് പൊതുഗതാഗത സൗകര്യം വിപുലീകരിക്കണമെന്ന് MDC. സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വർണ്ണക്കപ്പ് പ്രയാണത്തിന് കോഴിക്കോട്ട് വൻ യാത്രയയപ്പ്. സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് ജനുവരി 3, 4, 5 തീയതികളിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി പട്ടം പറത്തൽ മത്സരം സംഘടിപ്പിക്കുന്നു. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് പൊതുഗതാഗത സൗകര്യം വിപുലീകരിക്കണമെന്ന് MDC. ഇത് ചൂണ്ടിക്കാട്ടി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിവേദനം നൽകിയതായി പ്രസിഡന്റ് C. ചാക്കുണ്ണി പറഞ്ഞു. ജനുവരി 4, 5 തീയതികളിൽ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിനോടൊപ്പം എയർ ഷോയും നടക്കുന്ന സാഹചര്യത്തിൽ പരിപാടികളുടെ സ്വീകാര്യതയും വൈവിധ്യവും പൊതുജന പങ്കാളിത്ത സാധ്യതയും മുന്നിൽ കണ്ട് ഗതാഗത കുരുക്കും പാർക്കിംഗ് പരിമിതിയും ലഘൂകരിക്കാൻ പൊതുഗതാഗതം വിപുലീകരിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് C. ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. രാത്രിയിൽ സിറ്റി ബസ്, കോഴിക്കോട് രാമനാട്ടുകര ഭാഗങ്ങളെ ബന്ധപ്പെടുത്തി KSRTC സർക്കുലർ ബസ്സുകൾ, മിനി ബസ് സർവീസുകൾ എന്നിവ ഏർപ്പെടുത്തുന്നതിലൂടെ ഇരുചക്ര ലൈറ്റ് വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുമെന്നും അദ്ദേഹം നിവേദനത്തിലൂടെ നിർദ്ദേശിച്ചു. തിരക്കുള്ള സിറ്റികളിൽ സിറ്റി സർവീസ് ബസ്സുകൾ ആരംഭിച്ചു. രാത്രികാലങ്ങളുടെ സമയം നീട്ടിയും പുനർക്രമീകരിച്ചു കഴിഞ്ഞാൽ ചെറിയ വാഹനങ്ങളുടെ റോഡിലേക്കുള്ള വർധന ഒഴിവാക്കാൻ കഴിയും. ആ കാര്യത്തിൽ നല്ല സൂചനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ എത്രയും വേണം ത്വരിതപ്പെടുത്താൻ ബന്ധപ്പെട്ട ശ്രദ്ധിക്കണമെന്നാണ് മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിനും കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽവേസ് അസോസിയേഷനും മറ്റ് സംഘടനകൾക്കും അഭ്യർത്ഥിക്കാനോ ആവശ്യപ്പെടാനുണ്ട്. കല്ലൂർ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പഴുതടച്ച സുരക്ഷയും ജാഗ്രതയും ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് ഗതാഗത മന്ത്രി, ഗതാഗത സെക്രട്ടറി എന്നിവർക്കും ടൂറിസം മന്ത്രി, ഉത്തരമേഖല IG, കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി എന്നിവർക്കും നിവേദനം സമർപ്പിച്ചതായും അദ്ദേഹം വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വർണ്ണക്കപ്പ് പ്രയാണത്തിന് കോഴിക്കോട്ട് വൻ യാത്രയയപ്പ്. മോഡൽ സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ഗവാസ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പിന്നീട് രാമനാട്ടുകര ഗണപത് AUP സ്കൂളിലുമാണ് സ്വർണ്ണക്കപ്പ് പ്രദർശിപ്പിച്ചത്. മോഡൽ സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ഗവാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഏറ്റവും സന്തോഷകരമായ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് നമ്മുടെ ദിവസം ആരംഭിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ജനുവരി മാസം 4 മുതൽ 9 വരെ തീയതികളിലായി തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. നമ്മൾ 2 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് അതിൻ്റെ ആതിഥേയത്വം വഹിച്ചവരാണ്. എങ്ങനെയാണ് ഒരു കലോത്സവം ഏറ്റവും മനോഹരമായി സംഘടിപ്പിക്കുന്നത് എന്ന് ഈ നാടിനോട് നാടിൻ്റെ ഒരുമയെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞവരാണ് നമ്മൾ. കഴിഞ്ഞ വർഷവും ഇതേ വേദിയിൽ വെച്ചാണ് നമ്മൾ സ്വർണ്ണക്കപ്പ് കഴിഞ്ഞ വർഷം നടന്ന കലോത്സവം നടന്ന വേദിയിലേക്ക് നമ്മൾ യാത്ര അയച്ചത്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പറയുകയാണ്, ഈ കപ്പ് കോഴിക്കോട്ടേക്ക് തന്നെ ഞങ്ങൾ തിരിച്ച് കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മൾ ഈ കപ്പ് യാത്ര അയക്കുന്നത്. പരീക്ഷാ ഭവൻ ജോയിന്റ് കമ്മീഷണർ ഗിരീഷ് ചോലയിൽ, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ C. മനോജ് കുമാർ, RDD K. സന്തോഷ് കുമാർ, കോഴിക്കോട് സിറ്റി AEO KV മൃദുല, ചേവായൂർ AEO ശ്യാംജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. കോഴിക്കോട്ടെ സ്കൂൾ വിദ്യാർത്ഥികൾ ആഹ്ലാദത്തോടെയും ആവേശത്തോടെയും സ്വർണ്ണക്കപ്പിനെ യാത്രയാക്കി.
ചൊവ്വാഴ്ച വൈകിട്ടാണ് വയനാട്ടിൽ നിന്നും സ്വർണ്ണക്കപ്പ് പര്യടനം ജില്ലയിൽ പ്രവേശിച്ചത്. ജില്ലയിലെ ആദ്യ സ്വീകരണം ഈങ്ങാപ്പുഴ പുതുപ്പാടി MGM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത്. കാസർഗോഡ് നിന്നാണ് സ്വർണ്ണക്കപ്പ് യാത്ര ആരംഭിച്ചത്. കപ്പ് ജനുവരി 4 രാവിലെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ വേദികളിലായി നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് ജനുവരി 3, 4, 5 തീയതികളിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. സബ് ജൂനിയർ, ജൂനിയർ, യൂത്ത്, സീനിയർ, മാസ്റ്റേഴ്സ് വിഭാഗങ്ങളിലായി 2000-ഓളം പേർ പങ്കെടുക്കും. ജനുവരി 2, 3, 4, 5 തീയതികളിൽ കോഴിക്കോട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് കേരള സംസ്ഥാന പഞ്ചഗുസ്തി മത്സരം 47ാമത് പഞ്ചഗുസ്തി മത്സരം നടക്കുകയാണ്. കേരളത്തിലെ അങ്ങോളമുള്ള 14 ജില്ലകളിൽ നിന്നും ഏകദേശം 2000-ൽ പരം കായിക താരങ്ങളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാനായി എത്തുന്നത്. കേരളത്തിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളമാണ് ദേശീയ തലത്തിൽ ഡിഫൻഡിംഗ് ചാമ്പ്യൻസ്. കഴിഞ്ഞ 35 വർഷമായി പുരുഷ വിഭാഗത്തിൽ കേരളമാണ് ചാമ്പ്യന്മാർ. അതോടൊപ്പം തന്നെ വനിതാ വിഭാഗത്തിലും കഴിഞ്ഞ 13 വർഷങ്ങളായി കേരളമാണ് ഡിഫൻഡിംഗ് ചാമ്പ്യൻസ്. 47ാമത് സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് 2025 ജനുവരി 3, 4, 5 തീയതികളിൽ VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. സബ് ജൂനിയർ, ജൂനിയർ, യൂത്ത്, സീനിയർ, മാസ്റ്റേഴ്സ്, പാര, ഇടത്, വലത് വിഭാഗങ്ങളിലായി 2000-ൽ പരം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. എല്ലാ കാറ്റഗറിയിലും 1ഉം 2ഉം സ്ഥാനം നേടുന്നവർ ഹരിയാനയിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനു വേണ്ടി ജേഴ്സി അണിയും. 3 രാവിലെ രജിസ്ട്രേഷനും ശരീരഭാരം നിർണയവും ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി മത്സരങ്ങൾക്കും തുടക്കം കുറിക്കും. 4-ാം തീയതിയും 5-ാം തീയതിയും രാവിലെ 9 മുതൽ മത്സരം ആരംഭിക്കുകയും വൈകിട്ട് 7 മണിക്ക് അവസാനിക്കുകയും ചെയ്യും. 3-ാം തീയതി സബ് ജൂനിയർ, ജൂനിയർ, യൂത്ത്, ഗേൾസിന്റെ മത്സരം, 4-ാം തീയതി വിമൻസിന്റെ മത്സരം, അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് മത്സരം 4-ാം തീയതി, 5-ാം തീയതി യൂത്ത് ബോയ്സും സീനിയർ മെന്നിന്റെ മത്സരമാണ് നടക്കുന്നത്. ഈ 3-4 ദിവസം കൊണ്ട് കോഴിക്കോട് ഏകദേശം ഒരു 2000-ൽ പരം കായിക താരങ്ങളാണ് വരുന്നത്. ഇവരെ എല്ലാവരെയും VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സലീഷ് EV, സെക്രട്ടറി റോഷിത് E, ട്രഷറർ സമീർ VT എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി പട്ടം പറത്തൽ മത്സരം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ 8005127774 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് സംഘാടകർ പറഞ്ഞു. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടത്തുന്ന ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ ജനുവരി 4, 5 തീയതികളിൽ നടക്കും. കേരള ടൂറിസവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും വൺ ഇന്ത്യ കൈറ്റ് ടീമിന്റെ സഹകരണത്തോടെയാണ് സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുടെ 10 സംസ്ഥാനങ്ങളിൽ നിന്നും പ്രമുഖരായ 50 കൈറ്റ് ഫ്ലയേഴ്സ് പങ്കെടുക്കും. മലേഷ്യ, വിയറ്റ്നാം, ശ്രീലങ്ക തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നും 6 ഇന്റർനാഷണൽ കൈറ്റ് ഫ്ലയേഴ്സും പങ്കെടുക്കും. ബേപ്പൂർ ഇന്റർനാഷണലിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് പട്ടം പറത്തൽ മത്സരം ചാലിയം ബീച്ചിൽ ഒരുക്കിയിരിക്കുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. രജിസ്ട്രേഷൻ സൗജന്യം. രജിസ്റ്റർ ചെയ്യേണ്ട നമ്പർ 8075127774. ചാലിയം ബീച്ചിലെ പുതിയ മാറ്റങ്ങളും ഡെവലപ്മെന്റ് എല്ലാം വന്നതുകൊണ്ട് നല്ല വൃത്തിയുള്ള ബീച്ചാണ്. അവിടെ പൊതുജനങ്ങൾക്ക് സൗജന്യമായിട്ട് പട്ടം പറത്തൽ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ബേപ്പൂർ ബീച്ചിലാണ്
വിദേശത്തു നിന്നും ഇന്ത്യയുടെ പുറത്തു നിന്നുള്ള സ്റ്റേറ്റുകളിൽ, ഇന്ത്യയുടെ അകത്തു നിന്നുള്ള വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ നിന്നിട്ടുള്ളവർ പ്രൊഫഷണൽ ഷോ നടക്കുന്നത്. സമയം ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ്. കൈറ്റ് ഫെസ്റ്റിവലിന്റെ മികച്ച ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നവരിൽ നിന്നും ഏറ്റവും മികച്ച വീഡിയോയ്ക്ക് സോയോ സാനിറ്ററി വെയർ നൽകുന്ന ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകും. വാർത്താ സമ്മേളനത്തിൽ ആർ ജയന്ത്കുമാർ, അബ്ദുള്ള മാളിയേക്കൽ, അലി വെസ്റ്റ് ഹിൽ, ഹംറാസ് ചാലിയം, ഷബീർ അലി റിദം, ഷിഹാബുദ്ദീൻ സോയോ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് സുവർണ ജൂബിലി നിറവിൽ. ആഘോഷ പരിപാടികളുടെ സ്വാഗത സംഘം രൂപീകരണം ജനുവരി 4 കോളേജിൽ നടക്കും. 1975 പ്രവർത്തനം ആരംഭിച്ച കാരപ്പറമ്പിൽ പ്രവർത്തനം നടത്തുന്ന ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിന്റെ സുവർണ ജൂബിലി വരുന്നത് ഈ 2025-26 വർഷങ്ങളിലാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു സ്വാഗത സംഘ രൂപീകരണം നടക്കുന്നത് ജനുവരി 4 11 മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അതിന് നമ്മുടെ കോളേജിലെ അധ്യാപകരും ഇവിടുന്ന് പഠിച്ചിറങ്ങി പോയിട്ടുള്ള വിവിധ ഡോക്ടർമാരും അതുപോലെ തന്നെ നേരത്തെ ജോലി ചെയ്തിട്ടുള്ള വിവിധ തസ്തികയിലുള്ള ജീവനക്കാരും ഇവിടുന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള പ്രിൻസിപ്പൽമാരും അതുപോലെ തന്നെ അധ്യാപകരും എല്ലാവരും വിളിച്ചു ചേർത്തിട്ടുള്ള ഒരു വലിയ സ്വാഗത സംഘ രൂപീകരണം നടക്കുന്നത്. 1975 വെള്ളയിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോമിയോപ്പതി ഡിഗ്രി കോളേജ് 1982 കാരപ്പറമ്പിലേക്ക് മാറിയത്. 4.5 ഏക്കറിലാണ് നിലവിൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. 100 കിടക്കകളോടുകൂടിയ ചികിത്സാ വിഭാഗം, ക്ലിനിക്കൽ ലബോറട്ടറി, എക്സ്റേ, ECG, ഫിസിയോതെറാപ്പി വിഭാഗങ്ങളും പാലിയേറ്റീവ് ചികിത്സ, വന്ധ്യതാ ചികിത്സ എന്നിവയ്ക്കുള്ള പ്രത്യേക വിഭാഗങ്ങളുമുണ്ട്. 7 ജനറൽ OPയും 8 സ്പെഷ്യാലിറ്റി OPയുമുണ്ട്. ഡോക്ടർ പി കൃഷ്ണനാണ് ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം ജനുവരി 4 രാവിലെ തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുതുവർഷ ദിനത്തിൽ വേറിട്ടൊരു പരിപാടിയുമായി വാർഡ് മെമ്പർ OJ ചിന്നമ്മ. വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ബോട്ട് യാത്ര ഒരുക്കിയാണ് ചിന്നമ്മ വ്യത്യസ്തയായത്. 2025 ആദ്യ ദിനം തന്റെ വാർഡിലെ തൊഴിലുറപ്പ് സഹോദരി സഹോദരന്മാർക്ക് അവിസ്മരണീയ ദിനമാക്കി മാറ്റി തലക്കുളത്തൂർ 11ാം വാർഡ് മെമ്പർ പ്രൊഫസർ OJ ചിന്നമ്മ. അധ്വാനിക്കുന്ന വനിതകളെ ആദരിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്യുന്ന ബോട്ട് യാത്ര സ്വന്തം ചെലവിൽ സംഘടിപ്പിച്ചുകൊണ്ടാണ് മെമ്പർ പുതുവത്സര ദിനം അർത്ഥവത്താക്കിയത്. തന്റെ വാർഡിലെ 21 സഹോദരിമാരെ പൊന്നാട ചാർത്തി അനുമോദിച്ചു. അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അഭിനന്ദിക്കുവാനും കോരപ്പുഴയിൽ 4 മണിക്കൂർ നീണ്ട ബോട്ട് യാത്രയും പ്രകൃതി ഭംഗി ആസ്വാദനവും പൊന്നാട ചാർത്തിയുള്ള ആദരവും കലാപരിപാടികളും ഭക്ഷണവും വേറിട്ടൊരനുഭവമായി. ബോട്ടിൽ വെച്ചു നടന്ന ആദരിക്കൽ ചടങ്ങ് ശ്രീ ചൈത്രം രാജീവൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ TM രവീന്ദ്രൻ അധ്യക്ഷ പദവി അലങ്കരിച്ചു. വാർഡ് മെമ്പർ സ്വാഗതവും അഭിനന്ദ് ആശംസകളും അർപ്പിച്ചു. തുടർന്ന് നടന്ന കലാപരിപാടികൾക്ക് ലീല, ശാരദ, വത്സല, മേറ്റുമാരായ സുനിത, ബിന്ദു, മീനാക്ഷി, ലളിത, രാജൻ, സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ മറ്റൊരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പീപ്പിൾസ് റിവ്യൂ ദിനപത്രം 17ാം വാർഷികം ആഘോഷിച്ചു. ആഘോഷ പരിപാടികൾ കവി PP ശ്രീധരൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. മലയാള മാധ്യമ രംഗത്ത് കഴിഞ്ഞ 17 വർഷമായി നിലകൊള്ളുന്ന പീപ്പിൾസ് റിവ്യൂ ദിനപത്രത്തിന്റെ 17ാം വാർഷികം ആഘോഷിച്ചു.
പ്രശസ്ത കവി പി ശ്രീധരനുണ്ണി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രാദേശിക തലത്തിൽ അവതരിപ്പിക്കാൻ ഏറ്റവും ഫലപ്രദം ചെറുകിട മാധ്യമങ്ങളാണെന്നും ചെറുകിട മാധ്യമ മേഖലയെ സംരക്ഷിക്കാൻ സമൂഹം ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനുമുള്ള നമുക്കുള്ള ഒരു ശേഷി വളർത്തിയെടുക്കുക. അവിടെയാണ് നമ്മൾ ആത്മവീര്യം ഉണരേണ്ടതുമല്ല. ആത്മവീര്യം എന്നുള്ളത് അത് ഹനുമാന്റെ മാതിരിയാണ്. ഹനുമാന്റെ ശക്തികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഹനുമാൻ ഒരു ഉഷാർ വരിക. അപ്പോഴാണ് കടൽ ചാടി അപ്പുറത്ത് ലങ്കയിലെത്താനൊക്കെ ഹനുമാൻ തോന്നുക. അപ്പോൾ നമ്മുടെ മുമ്പിലൊക്കെ ഒരു വലിയ കടലും ആ കടൽ നമുക്ക് എടുത്ത് ചാടണമെങ്കിൽ നമ്മെ ഉത്തേജിപ്പിക്കാനുള്ള ഒരു മന്ത്രം പറഞ്ഞു തരുന്ന ഒരു ജാമ്പവാൻ അവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഗുരു അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഗുരുക്കന്മാരില്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ആരാണ് ഈ ഗുരുക്കന്മാരുടെ കർത്തവ്യം കർമ്മം നിർവഹിക്കുക എന്ന് ചോദിച്ചാൽ നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരാണ്. ഈ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് വെറും ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ള ധർമ്മം മാത്രമല്ല, അതിന് ചില ആയുധങ്ങൾ, അതിന് ചില ഉപാധികൾ നമുക്ക് ആവശ്യമുണ്ട്. ആ ഉപാധികളാണ് ഇവിടെ മാധ്യമങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്. പീപ്പിൾസ് റിവ്യൂ സാഹിത്യ പുരസ്കാരം ലക്ഷ്മി വാകയാട്, ഉസ്മാൻ ചാത്തംചിറ എന്നിവർക്ക് സമർപ്പിച്ചു. ചീഫ് എഡിറ്റർ PT നിസാർ അധ്യക്ഷത വഹിച്ചു. പീപ്പിൾസ് റിവ്യൂ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ചെമ്പോളി ശ്രീനിവാസൻ രചിച്ച നാടകത്രയം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നന്മ പ്രസിഡന്റ് വിൽസൺ സാമുവൽ, പ്രമുഖ നാടക പ്രവർത്തകൻ ബാബു പറശ്ശേരിക്ക് നൽകി നിർവഹിച്ചു. പീപ്പിൾസ് റിവ്യൂ സ്പെഷ്യൽ സപ്ലിമെന്റ് കാലിക്കറ്റ് ബുക്ക് ക്ലബ്ബ് സെക്രട്ടറി ഡോക്ടർ NM സണ്ണി, മാക്ക് ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ K മുസ്തഫയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. R ജയന്തകുമാർ, രാമദാസ് വേങ്ങേരി, KF ജോർജ് എന്നിവർ സംസാരിച്ചു. PK ജയചന്ദ്രൻ, AK അനീസ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KC ഹസൻകുട്ടി PA ലത്തീഫ് സ്മാരക സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി 3 മുതൽ ഫറൂഖ് ഹൈസ്കൂളിൽ നടക്കും. അനസ് എടത്തൊടിക മുഖ്യാതിഥിയാക്കും. KC ഹസൻകുട്ടി സാഹിബ് 28 വർഷത്തോളം ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാനേജറായിരുന്നു. അതേപോലെ ലത്തീഫ് സാഹിബ് 1957 മുതൽ 86 വരെ ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായിരുന്നു. രണ്ടുപേരും ഒരുമിച്ചുള്ള യാത്രയിലാണ് ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ വളരെ ഉന്നതിയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ഫുട്ബോൾ ടൂർണമെന്റ് ഞങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. KC ഹസൻകുട്ടി സാഹിബ് PA ലത്തീഫ് അനുസ്മരണ 16ാമത് ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി 3 മുതൽ ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ നടക്കും. ഫുട്ബോൾ താരമായിരുന്ന അനസ് എടത്തൊടിക മുഖ്യാതിഥിയാവും. ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ മികവ് പുലർത്തിയ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള 12 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഫാറൂഖ് കോളേജ്, ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജറായിരുന്ന KC ഹസൻകുട്ടിയുടെയും ദീർഘകാലം സ്കൂൾ പ്രധാനാധ്യാപകനായിരുന്ന PA ലത്തീഫിന്റെയും സ്മരണാർത്ഥമാണ് മത്സരം നടത്തുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3:30 PPM HSS കൊട്ടൂക്കരയും KHM HSS ആലത്തൂരിലും തമ്മിലാണ് ആദ്യ മത്സരം. പത്രസമ്മേളനത്തിൽ ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ K കുഞ്ഞലവി, ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ VM ബഷീർ, ടൂർണമെന്റ് കമ്മിറ്റി ട്രഷറർ കളത്തിങ്ങൽ ബഷീർ, പ്രിൻസിപ്പൽ K ഹാഷിം, പ്രധാനാധ്യാപകൻ K മുഹമ്മദ്, ഇക്ബാൽ, CP സൈഫുദ്ദീൻ, K കോയ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ റോബോട്ടിക് സ്പൈൻ സർജറി ആരംഭിച്ചു. പ്രശസ്ത ഡോക്ടർ ഫസൽ റഹ്മാന്റെ നേതൃത്വത്തിലാണ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുക. പ്രശസ്തമായ ഹാലറ്റ് അന്താരാഷ്ട്ര പുരസ്കാരവും അതോടൊപ്പം MRCS-ൽ ലോകത്തെ ഏറ്റവും ഉന്നത മാർക്ക് നേടിയ ആദ്യ ഇന്ത്യക്കാരനുമാണ് ഡോക്ടർ ഫസൽ റഹ്മാൻ. റോയൽ കോളേജ് ഓഫ് സർജൻസ് ഇംഗ്ലണ്ട്, നാഷണൽ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ്, ഇന്ത്യൻ സ്പൈനൽ ഇഞ്ചുറീസ് സെന്റർ ന്യൂഡൽഹി, യൂറോപ്യൻ സ്പൈനൽ സൊസൈറ്റി ഫ്രാൻസ്, AO സ്പൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പ് ജർമ്മനി, ഫെലോഷിപ്പ് ഇൻ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി കൊറിയ തുടങ്ങി നിരവധി രാജ്യാന്തര പുരസ്കാരങ്ങളും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ശനൈശ്വര നവഗ്രഹ ക്ഷേത്രമായ കോഴിക്കോട് തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഡിസംബർ 29 ഞായറാഴ്ച നടന്ന മഹാനവഗ്രഹ പ്രീതി ഹോമം ഭക്തി സാന്ദ്രമായി.
രാവിലെ 6 മണിക്ക് സൂര്യ നമസ്കാരത്തോടെയാണ് പൂജാതി കർമ്മങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് മഹാന്യാസ പുരസ്സരം, രുദ്രാഭിഷേകം, നവഗ്രഹ ജപം, നവഗ്രഹ പൂജ എന്നിവ നടന്നു. പൂജാ ഹോമാദി കർമ്മങ്ങൾക്ക് തളി ബ്രാഹ്മണ സമൂഹം മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ രാഹുൽ വാദ്യ, ക്ഷേത്ര പുരോഹിതൻ ബ്രഹ്മശ്രീ ബാലസുബ്രഹ്മണ്യ ശർമ്മ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാരപ്പറമ്പ് നെല്ലിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു. സപ്താഹത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. സപ്താഹത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. സംപൂജ്യ അശേഷാനന്ദ സ്വാമിജി ചിന്മയ മിഷനാണ് യജ്ഞാചാര്യൻ. ക്ഷേത്രം പ്രസിഡന്റ് പ്രഭാകരൻ, സെക്രട്ടറി KC രാജഗോപാലമേനോൻ, PA ജയചന്ദ്രൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. MM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് പൊതുജനങ്ങളിൽ ശുദ്ധജല സ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിന് അമൃത് മിഷന്റെ സഹകരണത്തോടെ ജലം ജീവിതം ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ജലം ജീവിതം പരിപാടിയുടെ ഭാഗമായി പദയാത്ര, ജലസഭ, തെരുവ് നാടകം എന്നിവയും സംഘടിപ്പിച്ചു. കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ വാവാട് അങ്ങാടിയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കൊടുവള്ളി മുനിസിപ്പാലിറ്റി ചെയർമാൻ വെള്ളറ അബ്ദു നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ബഷീർ, സക്കറിയ എളേറ്റിൽ, മെഹബൂബ് അലി, ഹനീഫ് പാലാഴി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് പൊതുഗതാഗത സൗകര്യം വിപുലീകരിക്കണമെന്ന് MDC. സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വർണ്ണക്കപ്പ് പ്രയാണത്തിന് കോഴിക്കോട്ട് വൻ യാത്രയയപ്പ്. സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് ജനുവരി 3, 4, 5 തീയതികളിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി പട്ടം പറത്തൽ മത്സരം സംഘടിപ്പിക്കുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.